അറബിക് സൽസ. സൽസ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, സോസ് എന്നുള്ളൊരു അർത്ഥമാണ്. അറബിക് ഫുഡ് വാങ്ങിക്കുമ്പോൾ, എസ്പെഷ്യലി അറബിക് റൈസൊക്കെ വാങ്ങിക്കുമ്പോൾ മജ്ബൂസ്, മന്തി, മദ്ഹൂത്ത് അതിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ആ സൈഡ് ഡിഷില്ലേ, അതാണ് അറബിക് സൽസ. സോസ് എന്നുള്ളൊരു അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറയാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിയോസിസ് കോർണർ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സവാള വേണം, തക്കാളി വേണം, പച്ചമുളക് വേണം, മല്ലിയില വേണം, വെളുത്തുള്ളി വേണം, അതുപോലെ നാരങ്ങയുടെ നീര് വേണം, ഇത്തിരി വിനീഗർ അത് സുർക്ക വേണം, അതുപോലെ ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി വേണം, നമ്മൾ സാധാ സോൾട്ട് ഇല്ലേ, ടേബിൾ സോൾട്ടും വേണം, അതുപോലെ ബ്ലാക്ക് സോൾട്ടും വേണം. ഇനി ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് സാധാ സോൾട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് സോൾട്ട് ഇട്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ നമുക്ക് എടുത്ത് കിട്ടും. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇനി വെജിറ്റബിൾ ചോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി അരയാതെ നോക്കിയാൽ മതി. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ അറബിക് സൽസ അവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ സാധാരണ അറബിക് റൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള റൈസുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ ടേസ്റ്റും ആണ്, അതുപോലെ ഡൈജഷനും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ഉള്ളിയും സുർക്കയും എന്നും പറയും അല്ലേ. കച്ചമ്പർ ഉണ്ടാവാറുണ്ട്, അതുപോലെ റൈത്ത ഉണ്ടാവാറുണ്ട്, ചമ്മന്തി ഉണ്ടാവാറുണ്ട്. അത് സൈഡ് ഡിഷ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മളുടെ ഡൈജഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഈ അറബിക് റൈസിൻ്റെ കൂടെ ഉള്ള അറബിക് സൽസ. ഇത് കുറച്ച് എരിവുണ്ടാവും. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള എരിവായിരിക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.